നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഐശ്വര്യസമൃദ്ധമായ ഭരണതുടർച്ച സ്വപ്നം കാണുന്ന UDFൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ഗ്രൂപ്പ് പോര് തെരുവിലേക്ക്. തിരഞ്ഞെടുപ്പിൽ നേരിട്ട് മത്സരിക്കാത്തവർ പിൻവാതിലിലൂടെ മുഖ്യമന്ത്രി കസേരയിലെത്താൻ നോക്കേണ്ടെന്ന കടുത്ത നിലപാടുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയതോടെ കോൺഗ്രസ് ക്യാമ്പ് അക്ഷരാർത്ഥത്തിൽ പുകയുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ താൻ മന്ത്രിസഭയിലേക്കില്ലെന്ന സതീശന്റെ അന്ത്യശാസനം ഹൈക്കമാൻഡിനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നുള്ള പാരഷൂട്ട് ഇറക്കത്തെ എന്തു വില കൊടുത്തും തടയാൻ പഴയ ശത്രുത മറന്ന് രമേശ് ചെന്നിത്തല സതീശന് പിന്തുണയുമായി എത്തിയതാണ് പുതിയ വഴിതിരിവ്. ഇതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അടിമുടി മാറിമറിഞ്ഞു. നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചുവരുന്ന MLA-മാരിൽ നിന്നു തന്നെ ഭരണത്തലവനെ കണ്ടെത്തണമെന്ന ജനാധിപത്യ മര്യാദ പാലിക്കണമെന്നാണ് ഇരുവരുടെയും സംയുക്ത ആവശ്യം. ഹൈക്കമാൻഡിന്റെ ഏകപക്ഷീയമായ താൽപര്യങ്ങൾക്ക് വഴങ്ങില്ലെന്ന സതീശന്റെ വെല്ലുവിളി ദേശീയ നേതൃത്വത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന ഹൈക്കമാൻഡ് നയം KC വേണുഗോപാലിനായി തിരുത്തുന്നത് നീതിയല്ലെന്നാണ് സതീശൻ പക്ഷം വാദിക്കുന്നത്. നിയമസഭയിൽ കഴിഞ്ഞ 5 വർഷം സർക്കാരിനെതിരെ നിരന്തരം പോരാട്ടം നയിച്ചവർക്ക് സ്വാഭാവികമായ മുൻഗണന വേണമെന്ന വികാരം അണികൾക്കിടയിലും ശക്തമാണ്. തിരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ നിയമസഭാ കക്ഷിയോഗം ചേർന്ന് നേതാവിനെ തിരഞ്ഞെടുക്കണമെന്നും ഡൽഹിയിൽ നിന്നുള്ള നോമിനിക്കായി കാത്തുനിൽക്കേണ്ടതില്ലെന്നുമാണ് സതീശന്റെ ഉറച്ച നിലപാട്. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ഈ തർക്കം മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്ക മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളിൽ ശക്തമാണ്. അധികാരത്തിലെത്തുന്നതിന് മുൻപേയുള്ള ഈ അടിപിടി ജനങ്ങൾക്കിടയിൽ മോശം സന്ദേശം നൽകുമെന്നാണ് ഇവരുടെ ഭയം. എന്നാൽ മുഖ്യമന്ത്രി പദവിയിൽ KC വേണുഗോപാൽ അവരോധിക്കപ്പെട്ടാൽ തന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന തിരിച്ചറിവിലാണ് സതീശൻ കടുത്ത നിലപാടെടുക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം A ഗ്രൂപ്പിലുണ്ടായ ചിന്നിച്ചിതറൽ തങ്ങൾക്ക് അനുകൂലമാക്കാമെന്ന ഹൈക്കമാൻഡ് മോഹങ്ങൾക്കാണ് സതീശനും ചെന്നിത്തലയും ചേർന്ന് തടയിടുന്നത്. കേരളത്തിലെ ഗ്രൂപ്പ് പോരുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരാളെന്ന നിലയിൽ KCയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന AICC നേതൃത്വത്തിന് സതീശന്റെ അപ്രതീക്ഷിത നീക്കം വലിയ തിരിച്ചടിയാണ്.